തമിഴ്നാട് സത്യപ്രതിജ്ഞയിലേക്ക് നീങ്ങുമ്പോൾ കേരളത്തിൽ കാര്യങ്ങൾ അത്രയ്ക്കെത്തിയിട്ടില്ല. മാസ്മരിക വിജയത്തിന് ശേഷം ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയാണ് വാർത്തകളിൽ നിറയുന്നത്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ എന്നീ 3 പേരുകളിൽ ചുറ്റി ചർച്ച മുന്നോട്ട് പോകുന്നു. ഡൽഹിയിൽ നിന്നുള്ള AICC നിരീക്ഷകർ കേരളത്തിലെത്തിയിരിക്കുന്നു. കോൺഗ്രസ് MLA-മാരുമായി ചർച്ച നടത്തിയ ശേഷം നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും. നാളെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം നാളെ ചേരും. എല്ലാവർക്കും വരാനുള്ള സൗകര്യം നോക്കിയിട്ട് നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ചേരാം. ഒരു പരമ്പരാഗത രീതി പാർലമെന്ററി പാർട്ടിയിലെ MLA-മാരുടെ എണ്ണമെടുക്കലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഇത്തവണയും ആ രീതിയിൽ മാറ്റം ഉണ്ടാകുമോ? സാധാരണ രീതിയിൽ ഹൈക്കമാൻഡാണ് MLA-മാരുടെ വ്യൂ പോയിന്റ്സ് കേൾക്കുക. അതിനുശേഷം ഈ നിരീക്ഷകർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് ചെയ്യും. അവിടെ നിന്ന് തീരുമാനമാകും. ഈ രമേശ് ചെന്നിത്തല അടിയന്തരമായി ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്കറിയില്ല. അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം തിരികെ എത്തുകയും മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോവുകയും ചെയ്തത്. നേരത്തെ കഴിഞ്ഞ മിനിറ്റുകളിൽ നമ്മൾ പ്രത്യേകമായി കണ്ടതാണ്. എന്തായാലും 3 നേതാക്കളെയും പിന്തുണയ്ക്കുന്ന ക്യാമ്പുകൾക്ക് അതിൻ്റെതായ ന്യായങ്ങളുമുണ്ട്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുക എന്നതൊരു സ്വാഭാവികതയാണ് എന്നാണ് പ്രധാന വാദം. കാരണം പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ്, ഒപ്പം പിണറായിക്കെതിരെ നടത്തിയ പോരാട്ടം, മാത്രമല്ല തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് വി.ഡി. തന്നെയാണ് എന്നാണ് അനുകൂലികളുടെ വാദം. കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് നോക്കിയാലും വി.ഡി. മുഖ്യമന്ത്രിയാകണം എന്നത് തന്നെയാണ് ഒരു പൊതുവികാരം. 100-ലേറെ സീറ്റ് നേടുമെന്ന സതീഷിന്റെ ആത്മവിശ്വാസം തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള തന്റെ അവകാശവാദം ഉറപ്പിക്കലായിരുന്നു. സതീഷിന് അനുകൂല ശബ്ദം ഇന്ന് കേട്ടത് നിയുക്ത MLA KP നൌഷാദ് അലിയിൽ നിന്നാണ്. UDF ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹമാണ് നേതൃത്വം നൽകിയത്. അത് അതിനകത്തൊന്ന് നിസ്തർക്കമായ കാര്യമല്ല. അങ്ങനെയല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ന് മുന്നിൽ നിന്ന് നയിക്കുക സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവും ചെയർമാനുമായ അദ്ദേഹമാണല്ലോ. അപ്പോൾ ആ ഒരു വോട്ട് കേരളത്തിലുടനീളം, അതൊന്ന് മഞ്ചേശ്വരതിന്ത പാറശാല വരെ ആ വോട്ട് UDF-ന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത്തരമൊരു രാഷ്ട്രീയം കേരളത്തിൽ UDF-ന് വളരെ ഗുണകരമായി എന്നുള്ളൊരു യാഥാർത്ഥ്യം. മറുഭാഗത്ത് രമേശ് ചെന്നിത്തലയ്ക്കായി കരുനീക്കങ്ങളും സജീവമാണ്. സീനിയോറിറ്റിയാണ് മാനദണ്ഡമാക്കേണ്ടത് എന്നാണ് RC ക്യാമ്പിന്റെ വാദം. ചെറുപ്രായത്തിൽ മന്ത്രി, ദേശീയതലത്തിൽ പാർട്ടിയിൽ മികച്ച പ്രവർത്തനം, ആഭ്യന്തരമന്ത്രി എന്ന നിലയിലെ ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡ്, ഇത്രയേറെ അനുഭവ സമ്പത്തുള്ള നേതാവായ ചെന്നിത്തല ഇനിയും മുഖ്യമന്ത്രി കസേരയിൽ എത്താതെ പോകുന്നത് രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ ഒരു നിരാശ സമ്മാനിക്കുന്ന കാര്യവുമാണ് എന്നതാണ് വാസ്തവം. ഒരു പ്രോസസ്സാണ്. സാധാരണഗതിയിൽ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ വരുന്നു, അവരെല്ലാവരുമായിട്ട് സംസാരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവർ ഹൈക്കമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നു, പാർട്ടി നേതൃത്വം തീരുമാനം എടുക്കുക. അത് എപ്പോഴുള്ള കാര്യമല്ലേ? സാമൂഹ്യ മാധ്യമങ്ങളിലല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, ആണോ? അല്ലല്ലോ. ഫ്ലെക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്? അതൊക്കെ ആദ്യം അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. ഫ്ലെക്സ് വെക്കാനും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല. എല്ലാവരും MLA-മാർക്കെല്ലാം കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തീരുമാനമെടുക്കും. അതേസമയം ഈ 2 പേരെയും വെട്ടി മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താനാണ് KC വേണുഗോപാൽ ക്യാമ്പിന്റെ ശ്രമം. അതിവിപുലമായ നീക്കങ്ങളാണ് ഇതിനായി നടക്കുന്നത്. ഫ്ലക്സ് മുതൽ അങ്ങോട്ട് തുടങ്ങുന്നു. ഇത് KC ആണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് എന്നും കേരളം മുഴുവൻ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് KC ആണെന്നും അനുകൂലികൾ വാദിക്കുന്നു. വിജയനായകൻ KC എന്ന് അവർ പറയുന്നു. പാർട്ടിക്ക് പാർട്ടിയുടേതായ നടപടിക്രമങ്ങൾ ഉണ്ടാകും. അതെല്ലാം ശരിയായി നടക്കട്ടെ. പക്ഷേ അധികാരത്തിനായി ഇത്ര വലിയ വടംവലി പാർട്ടിയിൽ നടക്കുന്നുവെന്ന തോന്നലുണ്ടാക്കുന്നത് മോശമാണ്. കാരണം ഇത്രയും വലിയൊരു മാൻഡേറ്റ് ജനം നൽകുമ്പോൾ തുടർന്നും അതിനോട് ബഹുമാനം പുലർത്തുന്ന നടപടികളാണ് ഒരു പാർട്ടിയിൽ നിന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുക. മറിച്ച് മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള അതിരുകടന്ന നീക്കങ്ങൾ ആളുകളിൽ അമർഷമുണ്ടാക്കും. ശ്രദ്ധിച്ചാൽ കോൺഗ്രസിന് നല്ലത്. ഒരു പിൻകുറിപ്പ് കൂടി പറയട്ടെ. തിരഞ്ഞെടുപ്പ് വിജയം അതൊക്കെ കഴിഞ്ഞാൽ ഏത് നേതാക്കളും ശരിക്കും സാധാ മനുഷ്യരായി തന്നെ മാറും. സ്ഥാനങ്ങളോടുള്ള ആഗ്രഹങ്ങൾ മറനീക്കി പുറത്തു വരും. അതിനവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളും ഉണ്ടാകും. പാർട്ടിയുടെ പ്രതിച്ഛായയോ സാഹചര്യമോ ഒന്നും ആ സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകില്ല. ലക്ഷ്യം പലപ്പോഴും സ്വന്തം നേട്ടമായിരിക്കും. രാഷ്ട്രീയത്തിൽ മാത്രമല്ല
ഏത് മേഖലയിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്.